നമസ്കാരം. ഇത് കാണുമ്പോൾ ഫിഷ് ഫ്രൈ ആയിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് ഫിഷ് ഫ്രൈ അല്ല കേട്ടോ. ഇത് അടിപൊളി റെസിപ്പിയാണ്. ഒരു വെജ് ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അതിനായി 2 വാഴയ്ക്ക് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചെറിയ ഉള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു 2 മുതൽ 3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് കുറച്ച് കരിവേപ്പില, ഇവിടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് കുറച്ച് വാളൻ പുളിയുടെ വെള്ളം ഒഴിച്ചെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വാഴയ്ക്ക് ഓരോന്നായിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുക്കുക. ശേഷം ഒരു 5 മിനിറ്റ് ലിഡ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അങ്ങനെ അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മീനില്ലെങ്കിലും ഈ ഒരു ഫ്രൈ മാത്രം മതി നന്നായിട്ട് ഓൺ കഴിക്കാനായിട്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്